ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ സാമ്പത്തിക തട്ടിപ്പ്. RSPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. RSP ശാസ്താംകോട്ട ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. തട്ടിപ്പ് നടത്തിയ തുക തിരിച്ചടയ്ക്കുക, ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും വൈസ് പ്രസിഡന്റിനെതിരെയും കേസെടുക്കുക, നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് അന്വേഷണം നേരിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. RSP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടവനശ്ശേരി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ കഴിഞ്ഞു എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇന്ന് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾക്കും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയുമോ എന്ന് ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പൗരൻ ചോദിച്ചാൽ അതിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? RSP മണ്ഡലം ലോക്കൽ നേതാക്കൾ പങ്കെടുത്തു. ഈ PSC മുഖേന നടക്കുന്ന സർവീസ് മൊത്തം നിയമനങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം, 10 വർഷത്തെ ഒരു തുടർച്ചയായ അന്വേഷണം നടന്നാൽ നമുക്ക് മനസ്സിലാക്കും. ഈ ലിസ്റ്റിട്ടത് മൊത്തം DYFI-കാരന്റെ പേര് 1-ാം റാങ്കും അന്ന് താഴോട്ട് കരസ്ഥമാക്കിയിട്ടുള്ളത് CPM-കാരനാണ്. അവർക്കാണ് കിട്ടിയിട്ടുള്ളത്. വേറെ പാവത്തുകൾക്ക് അവിടെ എവിടെയോ താഴെ എങ്ങാനും കൊണ്ടിട്ട് പേരിന് വേണ്ടി 1-2 നിയമനം കൊടുത്തിട്ട് മറ്റേത് മൊത്തം ഇങ്ങനെ കൈക്കലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം. അതാണ് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.